ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും കടുകുമണി ടോക്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ. ഈ ഗ്രൗണ്ടിൽ പ്രത്യേകതകളുണ്ട്. അവിടെ കണ്ടില്ലേ ഒരു ഗോൾഡൻ റിട്രീവറേയും കൊണ്ട് ഒരു ചേട്ടൻ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോൾഡൻ റിട്രീവർ. എൻ്റെ വീട്ടിലൊന്നുണ്ട്, അതിൻ്റെ പേര് പപ്പി എന്നാണേ. അപ്പോൾ കം ടു ദ പോയിൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഗ്രൗണ്ടിലാണ്. മഴ ഇന്ന് ഭയങ്കര മഴയായിരുന്നു രാവിലെ. അപ്പോൾ മഴയില്ലാത്ത സമയം നോക്കി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. നല്ലൊരു ഗ്രൗണ്ടാണ് ഇത്, വലിയ ഗ്രൗണ്ടാണ് കേട്ടോ. വലിയ ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗ്രൗണ്ട്. എങ്ങനെയുണ്ട്, ഇത് എത്ര ഏക്കർ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് ഞാൻ കറങ്ങുകയാണ്, ക്യാമറ കറങ്ങുകയല്ല. പിന്നെന്താ പറയുക, അപ്പം മഴ പെയ്യുന്നവരെ നമ്മൾ ഇവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് പതുക്കെ റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സന്ധ്യസമയത്ത്, അതായത് സന്ധ്യസമയമല്ല, ഒരു 4 മണി സമയം തൊട്ടിട്ട് എല്ലാവരും ഈ ഗ്രൗണ്ടിൽ കൂടെ പോകും. നമുക്ക് മലയാളീസല്ലാത്തവരും ഓരോ ഭാഷയിൽപ്പെട്ടവരും എല്ലാവരും, കുട്ടികളൊക്കെ ഇവിടെ കളിക്കാൻ വരും. ഇന്ന് മഴയാവുക കാരണം കളിക്കാൻ വരാത്തതാണേ. പിന്നെ കുറച്ച് അമ്മമാർ ഇതേ അവിടെ സൊറ പറഞ്ഞിരിപ്പുണ്ട് അവർ. പിന്നെ അല്ലെങ്കിൽ ഈ ഗ്രൗണ്ട് ഭയങ്കര തിക്കുള്ള സമയമായിരിക്കും. ഭയങ്കര ഫുള്ള് ആർപ്പും നിലവിളിയും, കുട്ടികൾ സൈക്കിൾ ഓടിച്ച് പോകുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരിക്കും. പിന്നെ കുറേ നമ്മുടെ പട്ടികളും പൂച്ചകളൊക്കെ ആ വഴിക്കൂടെയൊക്കെ ഓടിക്കളിക്കുന്നുണ്ടായിരിക്കും. ഇവർ വളർത്തുന്നതാണ്, ഇവർ എടുത്തുകൊണ്ട് വരുന്നത്. കളിക്കുമ്പോഴും ഇവർ കൂടെ എടുത്തുകൊണ്ട് വരുന്നതാണ് തോന്നുന്നു. പിന്നെന്താ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഒരു 2 ദിവസം മുന്നേ ഞാൻ ഫ്ലാറ്റിൽ ഞങ്ങളുടെ അവിടെ മുകളിൽ കയറുന്ന സമയത്ത് എനിക്ക് രാത്രി കയറാൻ ഭയങ്കര ഇഷ്ടമാണ് മുകളിലോട്ട്, ഫ്ലാറ്റിൻ്റെ മുകളിലോട്ട് എന്ന്. അപ്പം രാത്രി സമയത്ത് ഒത്തിരി പടക്കമൊക്കെ പൊട്ടുന്ന കാണാറുണ്ട് എന്ന്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ മുകളിലോട്ട് കയറിയപ്പോൾ ഒത്തിരി പടക്കം പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും അതിൻ്റെ ഭംഗി. പക്ഷേ എൻ്റെ ക്യാമറ വീഡിയോ ശരിയാവുന്നില്ല, അതുകൊണ്ട് ചിലപ്പം നിങ്ങൾക്ക് ആ രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയെന്ന് വരത്തില്ല കേട്ടോ. പിന്നെ എനിക്ക് വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഞാനൊരു ടീച്ചറായിരുന്നു. അതുകൊണ്ട് എനിക്ക് സംസാരത്തിൽ എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും നല്ല വിമർശക. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ സംസാരിക്കുന്ന രീതി കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയാണ് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഞാൻ സംസാരിക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഒന്നും എനിക്ക് അറിയുന്നില്ല. കാരണം ഇതുവരെ എനിക്കൊരു കമൻറ്റും ഞാൻ വീഡിയോ ചെയ്തിട്ട് വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തണം കമൻറ്റിലൂടെ. അത് എന്ത് തന്നെയായാലും എനിക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്കത് തുടർന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി ആയിരിക്കും. അപ്പം അത് വീഡിയോ കാണുകയാണെങ്കിൽ ത്രൂ ഔട്ടായിട്ട് ഇപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളതെനിക്ക് പറഞ്ഞു തരണം. ഞാനത് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കമൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും രീതിയിൽ സംസാരിക്കുന്നതിൽ മിസ്റ്റേക്സ് ഉണ്ടോ, അത് അല്ലെങ്കിൽ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ക്യാമറ നോക്കാതെയാണ് സംസാരിക്കുന്നതെന്ന്. അപ്പം അതൊക്കെ എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ഇങ്ങനെ എന്നെ കണ്ട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടിയും ഒരു എന്താ പറയുക, ഒരു ഇത് വരുന്നത്, സംസാരിക്കാനുള്ള ആ ഒരു തോട്ട് വരുന്നത്. ക്യാമറ നോക്കുമ്പോൾ എനിക്കത് കിട്ടുന്നില്ല. അപ്പോൾ അതും ഒരു മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ളത്. നമ്മൾ ഇനി വരും വീഡിയോയിൽ പുറത്ത് പോയിട്ട് ഡെയിലി വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ ഞങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഒത്തിരി വീഡിയോ കിട്ടും. അവിടെ ഞങ്ങളുടെ നാട് വയനാടാണ്. അപ്പോൾ അവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാനും ക്യാമറയിൽ പകർത്താനും ഒക്കെ ആയിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം വയനാട് നിന്നൊക്കെ ഒത്തിരി പേര് വ്ളോഗേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കാണണം, കമൻറ്റ് രേഖപ്പെടുത്തണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് എനിക്ക് വേണം. ഓക്കെ, അപ്പോൾ ഇപ്പം ഇത്രയുള്ളൂ സംസാരിക്കാൻ. അടുത്തൊരു കുഞ്ഞു വിശേഷങ്ങൾ എന്തെങ്കിലും ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരും. അതുവരെയ്ക്കും ടാറ്റാ.